ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീട്ടിൻ്റെ അടുത്ത് നഴ്സറിയിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ഇന്ന് ക്രിസ്മസ് ആഘോഷമാണ്. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മളെ നഴ്സറി. അപ്പം നഴ്സറിയുടെ അകത്തോട്ട് കയറിയപ്പം കൊച്ചു പിള്ളേരും ഒരു അമ്മമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നതാ ഇവിടെ പിള്ളേർ ഞങ്ങൾ മെമ്പർ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മെറി ക്രിസ്മസ് എന്ന് പറയുന്ന സ്റ്റിക്കറൊക്കെ എടുത്ത് ഇവിടുത്തെ ബോർഡിൽ ഒന്ന് ഒട്ടിച്ചായിരുന്നു. എന്നിട്ട് പെരുക്കി ബലൂണൊക്കെ എടുത്ത് ചെമരിലും പശവച്ചൊക്കെ ഒട്ടിച്ചായിരുന്നു. അപ്പോഴാണ് ഈ കൊച്ചിറക്കൻ്റെ തൊപ്പി അവൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അവൻ്റെ തലയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ഇതാർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്? അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചു കസേരയൊക്കെ പറക്കി കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഞാൻ അവളെ നിന്ന് കസേരയൊക്കെ വാങ്ങിച്ച് അവിടെ ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോഴാണ് അകത്ത് നോക്കിയപ്പോൾ ഒരു കുഞ്ഞാവായിരുന്നു കരയാണ്. അങ്ങനെ അവളെ ചേച്ചി എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങൾ കളി തുടങ്ങിയായിരുന്നു കേട്ടോ പാട്ടിനകത്ത്. അവരോടൊപ്പം തന്നെ ടീച്ചറും അങ്ങോട്ട് ഡാൻസ് കളിയും ഇങ്ങോട്ട് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഡാൻസ് കളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ മെമ്പർ വന്നിട്ടുണ്ട്. സുഭാഷ് എന്നാണ് മെമ്പറുടെ പേര്. മെമ്പർക്ക് പൊന്നാടയൊക്കെ അണിയിച്ച് ഒരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കൊടുത്തായിരുന്നു. പിന്നെ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് പിള്ളേരും മെമ്പറും കൂടെ തന്നെയാണ് കട്ട് ചെയ്തത്. എന്റെ മെമ്പർ തന്നെ കൊച്ചുങ്ങൾക്ക് കേക്കൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവർ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റൊക്കെ കൈമാറിയായിരുന്നു. കൊച്ചു പിള്ളേർക്കും ഉണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ കൈമാറാൻ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പായസമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തായിരുന്നു. അങ്ങനെ പിള്ളേർ പായസമൊക്കെ കുടിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരികയാണ്. അതൊക്കെ കണ്ടതിന് ശേഷം ഞാനും ഒരു ഗ്ലാസ് പായസം കുടിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാവരും വെളിയിലോട്ട് വന്നു. അങ്ങനെ എല്ലാവരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത ഫോട്ടോ ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ, പിന്നെ ലൈക്കും കൂടെ അടിക്കണേ.